കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രബോസ് സ്റ്റേഷനിൽ നിന്നും വിഷ്ണുവുമായിട്ട് കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം ഭാമയും രോഹിത്തുമൊക്കെ കോടതിയിലെത്തിയിട്ടുണ്ടാകും കേട്ടോ. ഭാമ രോഹിത്തിനോട് ചോദിക്കണേ, അല്ല വിഷ്ണുവിനെയും കൊണ്ട് അവരിവിടെ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, എന്താ വരാത്തത്? സമയമാകാറായില്ലേ? ഈ സമയം രോഹിത്ത് പറയണേ, പോലീസുകാരല്ലേ, അവർക്ക് അതിൻ്റെതായ സമയമൊക്കെ ഉണ്ടാകുമല്ലോ, സത്യാമ്മ വിഷമിക്കാതിരിക്കെ, അവരുടനെ തന്നെ ബ്രോയുമായിട്ടെത്തും. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഇന്ന് തന്നെ വിഷ്ണുവിന് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു. അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുകയും ദൈവത്തോട് ആഗ്രഹം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായി തന്നെ നടന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ പ്രാർത്ഥനയോട് കൂടി നിൽക്കുവാണ്ടോ ഭാമ അവിടെ. പിന്നീട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ശാലിനിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം ജഗതി പറയണേ, അല്ല മാഡം, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ സമയം ശാലിനി പറയണേ, നമ്മളിപ്പോൾ പോകുന്നത് ഈ ബ്രേസ്ലെറ്റ് വാങ്ങിയ സ്വർണ്ണക്കടക്കാരനെ കാണാനായിട്ടാണ്. അയാളെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് അയാളുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അയാളെ കോടതി കൊണ്ടുപോയി സാക്ഷി പറയിപ്പിക്കാം. അല്ല മാഡം, അയാൾ സാക്ഷി പറയാനൊക്കെ വരുമോ? സാധാരണ ഇതുപോലെ ഒരു കേസിൻ്റെ കാര്യത്തിലും മറ്റും സാക്ഷി പറയാനായിട്ട് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. കോടതിക്കാരി എന്നൊക്കെ പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിക്കളയുകയല്ലേ ചെയ്യൂ. ഈ സമയം ശാലിനി പറയണേ, ഇത് അങ്ങനെ ലോക്കൽ കേസൊന്നും അല്ലല്ലോ. മാത്രമല്ല കളക്ടറായിട്ടുള്ള ഞാൻ തന്നെ നേരിട്ട് പോയി പറയുന്ന കാര്യമല്ലേ. അതുകൊണ്ട് അയാൾ അതിന് ആവശ്യമായിട്ടുള്ള സീരിയസ്നെസ് തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അന്നേരം ജഗതി പറയണേ, അത് ശരിയാ, പഠിക്കാൻ വിട്ട സമയത്ത് ഞാനും നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ വല്ല IAS IPS ഒക്കെ ആകായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാനാ, ആ സുസ്മിതരെ ആട്ടുതുപ്പും കൊണ്ട് ജീവിക്കുന്നു. അവൾ ജയിലിലായത് കാരണം സമാധാനമുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നെ അടിയുടെ പൂരമായിരിക്കും. ആർക്കാ അടി കിട്ടുന്നത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ജഗതി പറയണേ, വേറെ ആർക്ക്, എനിക്ക് തന്നെയാ. ഈ സമയത്ത് അവരവിടെ സ്ഥലത്തെത്തുവാണ്. അങ്ങനെ ശാലിനിയും ജഗതി തുടങ്ങി ആ സ്വർണ്ണക്കടക്കാരൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്ടോ. അന്നേരം ആ കടക്കാരൻ പറയണേ, മാഡം, എന്നോട് അനബലയും മാഡം വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്ത് സഹായം ഞാൻ മാഡത്തിന് ചെയ്യേണ്ടത്? ആ സമയം ശാലിനി കയ്യിലുള്ള ബ്രേസ്ലെറ്റ് അയാളെടുത്ത് കാണിക്കുക. ഈ ബ്രേസ്ലെറ്റ് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയതാണോ എന്ന് നോക്കാൻ പറ്റുമോ? മോഡലൊക്കെ വെച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ലേ? മാഡം തരൂ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് ലെൻസൊക്കെ എടുത്ത് വെച്ച് നോക്കി അയാൾ അത് സൂക്ഷ്മമായിട്ട് നോക്കുവാണ്. എന്നിട്ട് പറയണേ, മാഡം, ഇത് എൻ്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണ ആവശ്യത്തിനായിട്ട് സത്യാമ്മ ഇത് വന്ന് വാങ്ങിയത്. ഈ ഒരു മോഡലിൽ ഒറ്റൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നത്. അന്നേരം ശാലിനി പറയണേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സഹായം ചെയ്യാമോ? ഈ കാര്യം വന്ന് കോടതിയിലൊന്ന് പറയാമോ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാ. അന്നേരം അയാൾ പറയുക, അതെന്താ മാഡം, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ കടയിൽ നിന്ന് മേടിച്ചൊരു സാധനത്തിനെ കുറിച്ചല്ലേ, ഞാൻ വന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ ശാലിനി അവിടെ നിന്ന് അപ്പം തന്നെ കോടതിയിലേക്ക് തിരിക്കുവാണ് കേട്ടോ. ഈ സമയം വീണ്ടും ഭാമേനും രോഹിത്തിനെയാണ് കാണിക്കുന്നത്. ഭാമ വീണ്ടും രോഹിത്തിനോട് ചോദിക്കണേ, സമയം പൊക്കോണ്ടിരിക്കുകയാണല്ലോ, എന്താ വിഷ്ണുവിനെ കൊണ്ട് അവർ വരാത്തത്? അവർ വരും സത്യാമ്മേ, സത്യാമ്മ വെറുതെ ടെൻഷനാകാതിരിക്കുകയും. ഈ സമയം കുറച്ചങ്ങ് നീങ്ങി മധുശ്രീ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ മധുശ്രീ പറയണേ, അത് ശരി, മാതാശ്രീ മകനെ കാണാനായിട്ട് നേരത്തെ കാലത്ത് ഇവിടെ വന്ന് കുറ്റിയും പറിച്ച് നിൽപ്പുണ്ടല്ലോ. നിങ്ങളിവിടെ വന്ന് എത്ര നിന്നാലും എത്ര ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ശരി, വിഷ്ണുവിനെ ഈ അടുത്തൊന്നും പുറത്തിറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ മാനെ തൂക്കുകയറുമെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും. അതിനുള്ള കേസൊക്കെയല്ലേ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. എന്നിട്ട് മധുശ്രീ ഫോൺ എടുത്ത് ചന്ദ്രബോസിനെ വിളിക്കുക. അതെ, ഞാനിവിടെ കോടതിയിലെത്തിയിട്ടുണ്ട്. നിങ്ങളെന്താ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുവാണോ? അതെ, ഞങ്ങളിത് കോടതിയുടെ അടുത്ത് എത്താറായി, ഉടനെ എത്തും. ചിറ്റപ്പ, എത്രയും പെട്ടെന്ന് ആ വിഷ്ണുവിനെയും കൂട്ടി ഇങ്ങുവാ. ഇന്നത്തോടെ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുമല്ലോ. ഇവിടെ അവൻ്റെ പ്രിയപ്പെട്ട മാതാശ്രീ കണ്ണുനീർ തുള്ളിയുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് മകനെ കാണാനായിട്ട്. അന്നേരം ചന്ദ്രബോസ് പറഞ്ഞേ, എന്താ വിധിയെന്നൊക്കെ നമുക്കറിയാവുന്നതല്ലേ, അവരുടെ കാത്തു നിൽക്കുന്നത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ശരി, ഞാൻ ഫോൺ വെക്കുക, ഞങ്ങളിതാ ഇപ്പം തന്നെ അവിടെ എത്തും. അങ്ങനെ പറഞ്ഞ് കോൾ കട്ടാക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ വിഷ്ണുവിനെയും കൂട്ടി എത്തുന്ന ചന്ദ്രബോസിനെയാണ് കേട്ടോ. അങ്ങനെ വിഷ്ണുവിനെയും കൂട്ടി കോടതിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഭാമ വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. വിഷ്ണു ആണെങ്കിൽ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ, മുഖം തിരിക്കുവാണ് അമ്മ വരുമ്പോഴേക്കും. അന്നേരം വിഷ്ണുവിൻ്റെ കൈ കയറി പിടിച്ചിട്ട് ഭാമ പറയണേ, മോനെ, അമ്മയോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കും മോനെ. ഈ സമയം വിഷ്ണു രോഹിത്തിനോട് ചോദിക്കണേ, രോഹിത്തെ, ശാലിനി വന്നില്ലേ? ഇല്ല ബ്രോ, പക്ഷേ ശാലിനി ഉടനെ തന്നെ എത്തും. അന്നേരം ചന്ദ്രബോസ് പറയണേ, എടാ കുറച്ചെങ്കിലും മര്യാദ കാണിക്ക്. വിശേഷം ചോദിച്ചു നിൽക്കാനേ ഇത് നിൻ്റെ അയൽക്കാരുടെ വീടൊന്നുമല്ല, കോടതിയാണ്. അന്നേരം വിഷ്ണു പറയണേ, അത് തന്നെയാണ് എനിക്ക് സാറിനോടും പറയാനുള്ളത്. മര്യാദ ഇങ്ങോട്ട് കാണിച്ചാലേ അത് തിരികെ കിട്ടുള്ളൂ. എടാ, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, നീ ആ കോടതിയിലേക്ക് ചെല്ല്. അവിടെ നിന്ന് നിനക്ക് സെൻട്രൽ ജോലിയിൽ പോയിട്ട് ഇനിയൊന്നും ഉണ്ട കഴിക്കാനുള്ളതാണല്ലോ, അതിനുള്ള എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നീ ഇങ്ങ് വാ, ഇവനെ പിടിച്ചോണ്ട് വാടോ എന്നും പറഞ്ഞ് വിഷ്ണുവിനെയും കൂട്ടി അവിടെ നിന്ന് അവരെല്ലാവരും പോകുവാണ് കേട്ടോ. അന്നേരം ഭാമ സങ്കടത്തോടെ രോഹിത്തിനോട് പറയണേ, വിഷ്ണു, അവനെൻ്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കിയില്ലല്ലോ. ആ ചന്ദ്രബോസ് പറയുന്നത് കേട്ടില്ലേ, വിഷ്ണുവിൻ്റെ ഇന്ന് ജാമ്യം കിട്ടുമോ? അന്നേരം രോഹിത് പറയണേ, ശാലിനി എന്താണെങ്കിലും വിഷ്ണു ബ്രോയ്ക്ക് ജാമ്യം കിട്ടാനായിട്ട് ഓടി നടക്കുവാണ്. എനിക്കുറപ്പുണ്ട് ശാലിനി എങ്ങനെയെങ്കിലും വിഷ്ണുവിന് ജാമ്യത്തിലിറക്കും. അന്നേരം ഭാമ പറയുവാണ്, നീ എന്താ ഇങ്ങനെ ജോത്സ്യം പറയുവാണോ?
അവൾ വലിയ കളക്ടറാണ്, പോലീസുകാർക്ക് അവർക്ക് താഴെയാണെന്ന് പറയും. എന്നിട്ട് എന്ത് കാര്യം? സ്റ്റേഷനിൽ നിന്ന് അവൾക്ക് ജാമ്യത്തിലെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവൾക്ക് എൻ്റെ മോനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എൻ്റെ മോനെ ജാമ്യത്തിലിറക്കില്ലേ? ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് അവൾ എന്ത് കാണിക്കാനാ? അന്നേരം രോഹിത് പറയണേ, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ശാലിനിക്ക് വിഷ്ണു ബ്രോ എന്ന് പറഞ്ഞ ജീവനാണ്. ഏത് വിധേനയും ശാലിനി വിഷ്ണു ബ്രോയെ പുറത്തിറക്കിയിരിക്കും. അതെങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. കോടതിയിൽ കേസ് തുടങ്ങാറായി, വാ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ഭാമയും കുട്ടി അകത്തെത്തുവാണ്. ഈ സമയം ശാലിനിയും കോടതിയിലെത്തിയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ വിഷ്ണുവിനെതിരെ വാദിക്കുന്നത് അമീറായിരിക്കും. അമീർ അങ്ങനെ വാദിക്കാനായിട്ട് തുടങ്ങുവാണ്. മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിച്ച നിഷ്ഠൂരവും ക്രൂരമായിട്ടുള്ള ഒരു സ്നേഹ കൊലപാതകം, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം കൊടുത്ത് ഒരു പാവം പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിവാഹ ദിവസം വരെ പ്രലോഭിപ്പിച്ചതിന് ശേഷം ക്രൂരമായി കൊന്ന് ഞെട്ടൂർ പാലത്തിൻ്റെ അവിടെയുള്ള കാറിലിട്ട് കത്തിച്ചു കൊന്നിരിക്കുന്നു. ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്ത കൊടും ക്രിമിനലാണ് കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ വിഷ്ണുവിനില്ലാതെ ദേഷ്യം തോന്നുവാണ്ടോ. അതിനുശേഷം വിഷ്ണുവിനെ ചോദ്യം ചെയ്യാനായിട്ട് അമീർ വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെല്ലുക. പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണുവിന് എന്താ ജോലിയെന്ന് ചോദിക്കുക. അന്നേരം വിഷ്ണു പറയണേ, ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മുമ്പ് എന്തായിരുന്നു ജോലി? ഒരു ഹോട്ടൽ നടത്തിയിരുന്നു. അതിനു മുമ്പോ? ആ സമയം അർജുൻ ഒബ്ജക്ഷൻ പറയുവാണ്. മുമ്പത്തെ കാര്യമൊന്നും ഇപ്പോൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സമയം ജഡ്ജി അമീറിനോട് പ്രൊസീഡ് ചെയ്തോളാൻ പറയുവാണ് കേട്ടോ. അങ്ങനെ വീണ്ടും അമീർ മുമ്പ് എന്തായിരുന്നു ജോലിയെന്ന് ചോദിക്കാം. ആ സമയം വിഷ്ണു പറയണേ, കുറച്ച് പണത്തിൻ്റെ ഇടപാടും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു, ഫൈനാൻസും മറ്റും. അന്നേരം അമീർ പറയണേ, കുറച്ചല്ല വലിയ തോതിൽ തന്നെ ഫൈനാൻസ്. കഴുത്തറപ്പൻ പലിശയിൽ പണം കൊടുക്കും, എന്നിട്ട് പലിശ കൃത്യമായിട്ട് തരാത്തവരുടെ വീട്ടിൽ കയറി അവരാക്രമിക്കും, അവരെ ഭീഷണിപ്പെടുത്തുകയും അതിക്രമിക്കുകയും അവരുടെ സ്വസ്ഥത കളയുകയും ചെയ്യുന്ന ഒരു ഗുണ്ടയായിരുന്നു ഇയാൾ. അന്നേരം അർജുൻ പറയണേ, ബഹുമാനപ്പെട്ട കോടതി, എൻ്റെ പ്രതിയുടെ പഴയകാലം ചകഞ്ഞെടുത്ത് പ്രതി ഒരു കുറ്റവാളിയാണെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനാണ് വാദിഭാഗം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനങ്ങ് അനുവദിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അമീർ വീണ്ടും തുടരുവാണ്. ഞാൻ കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇയാളിൽ ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം ചെയ്യാനുള്ള എല്ലാ കഴിവും ഇയാൾക്കുണ്ടെന്ന് പ്രൂവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്, യുവർ ഓണർ. ഇയാൾ ഓൾറെഡി വിവാഹം കഴിഞ്ഞ ആളാണ്. എന്നിട്ട് ആ വിവാഹബന്ധം വേർപെടുത്താതെയാണ് മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പല പെൺകുട്ടികളെയും തന്നിലേക്ക് ആകർഷിച്ച് വശീകരിക്കാൻ പ്രത്യേക കഴിവ് തന്നെ ഇയാൾക്കുണ്ട്. അന്നേരം അർജുൻ പറയണേ, രണ്ടാമത് വിവാഹം കഴിച്ചിട്ടില്ല. അന്നേരം അമീർ പറയണേ, അതേ കഴിച്ചില്ല. രണ്ടാമത് വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയെ തന്നെയാണ് ഇയാൾ ക്രൂരമായി കൊന്നതും. ഈ സമയം അർജുൻ പറയണേണ്, എൻ്റെ കക്ഷിക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. എൻ്റെ കക്ഷിയുടെ മനസ്സിൽ അന്നും ഇന്നും ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അത് വിഷ്ണുവിൻ്റെ ആദ്യ ഭാര്യയും ഇവിടുത്തെ ജില്ലാ കളക്ടറുമായ ശാലിനി വിഷ്ണു മാത്രമാണ്. അമീർ പറഞ്ഞതുപോലെ വിഷ്ണു ഒരു സ്ത്രീലമ്പടനായിരുന്നുവെങ്കിൽ അവർക്കിടയിലുള്ള സ്നേഹം എന്ന് നഷ്ടപ്പെട്ടാനേ. എന്നാൽ അവർക്കിടയിൽ ഇന്നും ആ സ്നേഹം അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്